ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ, നല്ലൊരു സൺഡേ ആയിരുന്നു കേട്ടോ. ഇന്ന് നമ്മളുടെ വിശേഷങ്ങൾ എനിക്ക് തോന്നുന്നു ഇതുപോലെ പറഞ്ഞു പോവാം. ഇപ്പോൾ ഈ വർഷത്തെ ലാസ്റ്റ് ദിവസമാണ് 2023. അങ്ങനെ കഴിഞ്ഞു പോയി. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വർഷമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച്. ഞങ്ങളെന്ന് പറയുമ്പോൾ നമ്മളിവിടെ 3 ജോഡികളാണ് ഉള്ളത്. ഡാഡിയും മമ്മിയും, ഡോണും ഡിവൈനും കുട്ടികളും, ഡിംപിളും ആൻസനും മോനും. അപ്പം ഞങ്ങൾക്ക് 2 പേരെ സംബന്ധിച്ചും വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ഭംഗിയായിട്ട് പോയി. ഡോണിനായാലും നമ്മൾക്കായാലും. ഡിംപിളിന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ വർഷം അത്ര നല്ലൊരു വർഷമായിരുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അങ്ങനെ ഇനി അടുത്തൊരു വർഷം ഞാൻ ഇന്ന് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട്, ഈ 2024 ഇതുവരെ കഴിഞ്ഞു പോയ എല്ലാ വർഷത്തേക്കാൾ ഏറ്റവും ഭംഗിയായിട്ടുണ്ടാവട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം കുറേ പേരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ രാവിലെ നമ്മുടെ അപ്പാപ്പനും മോനും എണീറ്റ് വന്നു. അപ്പോൾ അപ്പാപ്പൻ നേരത്തോടെ എണീറ്റുണ്ടായിരുന്നു കേട്ടോ. പാച്ചു എണീറ്റ് വന്നതാണ്. പാച്ചു വന്ന് കുരിശ് വരച്ച് അമ്മാമ്മയ്ക്ക് സ്തുതി തരികയാണ് കേട്ടോ. അപ്പോൾ അവന് പോരാ, അവനെ അവിടെ തിരിഞ്ഞിട്ട് കുറേ അവിടെ ഇവിടെ മുത്തലും മറ്റേ മെഴുതിരി ഊതലൊക്കെയാണ്. അപ്പം മെഴുകുതിരി ഞാൻ കത്തിച്ച് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് മൂപ്പരിത്തിരി നേരത്തെ എണീറ്റതാട്ടോ. അപ്പോൾ ഡിംപിളിനെ സംബന്ധിച്ച് കുറച്ചും കൂടി നേരമൊക്കെ ഒന്ന് കിടക്കാമെന്നുണ്ടായിരുന്നു. പക്ഷേ പാച്ചുട്ടൻ സമ്മതിച്ചില്ല. അവർ രാവിലെ തന്നെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ സാധാരണ ഞായറാഴ്ച ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാർക്കറ്റിലേക്ക് പോണത്. പക്ഷേ ഇന്ന് ഡോണിന് അത്യാവശ്യമായിട്ട് ഹബ്ബിലേക്ക് പോകേണ്ട കാരണം രാവിലെ മാർക്കറ്റിലേക്ക് പോയില്ല. അല്ലെങ്കിൽ ഡിവൈനും ഡോണും, അല്ലെങ്കിൽ ഡോണും ഡാഡിയും കൂടിയിട്ടാണ് പോവാറ്. അപ്പോൾ അങ്ങനെ ഇന്ന് അതുണ്ടായില്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പോയിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പാച്ചുട്ട ചാക്കോച്ചൻ ഇറങ്ങി. ചാക്കോച്ചനെയും കൊണ്ട് ഞാൻ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ലെവനും കുശനും, ഞാൻ അങ്ങനെ പറയും, ഇവരെ ചേട്ടനും അനിയനും കളി തുടങ്ങി. അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ തുള്ളി നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിംപിളിനെ സംബന്ധിച്ച് ഡിംപിൾ ഇവരുടെ ഈ വെള്ളം കരയും പിന്നെ 1, 2, 3 ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് അവൾ ഇത് കാണുന്നത്. അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ ഇതെന്താ ഈ സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല മൂപ്പർക്ക്. അപ്പോൾ ഇവരുടെ മെയിൻ കളിക്കണ ഏരിയയാണ് ആവശ്യം ഈ ഒരു പോർഷൻ കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സൈഡിൽ അപ്പാപ്പൻ ബെഞ്ചും ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഇട്ടുണ്ട്. അന്ന് എപ്പോൾ ഡോണിൻ്റെയും ഡിംപിളിൻ്റെയും കല്യാണത്തിൻ്റെ സമയത്ത് പേരക്കുട്ടികൾക്ക് ഇരുന്ന് ഭക്ഷണം കൊടുക്കാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പണിതിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പട്ടികളാണ് കയറി കിടന്ന് ഉറങ്ങാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പണി നടക്കുന്നത് അതായിരിക്കണം. ഇവരുടെ മറ്റേ ഫിഷ് ടാങ്കിൻ്റെ സംഭവം കയറ്റി വെച്ച് അവിടെയൊക്കെ ക്ലീനാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ആ സൈഡിൽ നന്നായിട്ട് കളിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. ചെയറും അങ്ങനെയൊക്കെയുള്ള സൗകര്യം ഉണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഉച്ചയായപ്പോഴേക്കും ചൂലും കൊണ്ടുവന്ന് നിൽക്കുക അടിച്ചു വരാനായിട്ട്. അപ്പോൾ പാറുവിൻ്റെ കൂടെ ഉച്ച തിരിഞ്ഞ് ഒരു അടിച്ചു വാരലുണ്ട്, 2 ആളും കൂടിയിട്ടാണ്. അപ്പോൾ പാച്ചുവിന് ഞങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂം ബ്രഷ് ഇല്ലേ, അങ്ങനത്തെ പുതിയതൊരെണ്ണം വാങ്ങിക്കൊടുത്തേക്ക ചൂലിന് പകരം. അപ്പോൾ ചാക്കോച്ചനെയും കൊണ്ട് ഞാൻ അവിടെ കിടന്നപ്പോൾ വരുന്നു തോമുട്ടനും പാച്ചുവിനിപ്പോൾ ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. ചാക്കോച്ചനും അതെ ചിരിയാണ് കേട്ടോ. അവനും അത് യൂസ്ഡായി ചേട്ടന്മാരുടെ ഓളിയും ബഹളവും തിക്കും തിരക്കൊക്കെ. അപ്പോൾ അങ്ങനെ 3 ആളും കൂടിയിട്ടുള്ള ചിരിയും കളിയാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം ഞാനാണ് ഇന്ന് ഫുൾ ഡേ കിടാങ്ങളുടെ അടുത്ത് നിന്നത്. കാരണം ഡിവൈന് കുറച്ച് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ഒന്ന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഡിവൈന് കുറച്ച് വാഷ് ചെയ്യണ്ടായിരുന്നു. പാറു കിച്ചണിൽ കയറി. ഡിംപിൾ ഇതുപോലെ വേറെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് പോകാനുള്ള ഒതുക്കലും ഇന്നലെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അതില്ല. അപ്പോൾ ഇത് നമ്മുടെ ബിരിയാണി, അതായത് ഡോണിൻ്റെ അവിടെ നിന്ന് അവർ ഏതൊരു ഇതിൻ്റെ ആൾക്കാർ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ 4 എണ്ണം അവർക്ക് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അതിൽ കൂടെ 1 എണ്ണം എക്സ്ട്രാ വാങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു കറികൾ വെച്ചോ രാത്രിയിൽ ഉപയോഗിക്കാം, ഇതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഞങ്ങളുടെ സ്ഥിരം 11-11:30 ആകുമ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ഞങ്ങൾക്ക് സ്ഥിരം ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പയും മോനും കൂടിയിട്ട് പാല് വാങ്ങിക്കാനൊക്കെ ആയിട്ട് പുറത്ത് പോകും. അതായത് അവനൊന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ പോയി ഇറച്ചിയും സാധനങ്ങളും ഇറച്ചിയും പച്ചമുളക് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ, വേറെ എല്ലാതും സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ മാസാവസാനം വർഷാവസാനം ഒക്കെ 1-ാം തീയതി നേരം വിളിക്കുമ്പോൾ വീടും ക്ലീനായിരിക്കണം, പിന്നെ സാധനങ്ങൾ ഫുള്ളായിരിക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി എനിക്ക് കുഞ്ഞിലേ തൊട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കും. ഇന്നും അതെ, ഞാൻ നാളെ 1-ാം തീയതിയാണ്. അപ്പോൾ 1-ാം തീയതി ആയിട്ട് പാത്രങ്ങളോ ഒന്നും പുറത്ത് കാണരുത്, വീടൊക്കെ ക്ലീനായിട്ട് കിടക്കണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾക്ക് പറയാനല്ലേ പറ്റുള്ളൂ, നടക്കുക വേറെ വല്ല കാര്യങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനെ
ഇവിടെ ദേ ഇവരാങ്ങളെയും പെങ്ങളും പിള്ളേരും കൂടിയുള്ള കളിയാണ്. അപ്പോൾ ഡിവൈൻ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് മുകളിലേക്ക് പോയേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ കാണുമ്പോൾ ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ആയാലും നിങ്ങൾ വിചാരിക്കും വെറുതെ ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് പേർക്കെങ്കിലും അതറിയാലോ. അപ്പോൾ ഡിവൈൻ ആ ഗ്യാപ്പിൽ, കുട്ടികൾ താഴെയുള്ള ഗ്യാപ്പിൽ സൗണ്ടൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുകളിലേക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പോയേക്കാം. അപ്പോൾ ഡിമ്പിളാണ് കുട്ടികളെ ടേക്ക് കെയർ ചെയ്യണത്. അപ്പോൾ അവൾ നോക്കുമ്പോൾ രണ്ടാളും വെള്ളം ബക്കറ്റും കപ്പ് എടുത്തിട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മണ്ണെടുത്തിട്ട് ഉരച്ചിട്ട് അവൻ വണ്ടി കഴുകുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാണ്ട് അങ്ങനെ കുട്ടികൾക്കറിയില്ല. അവർ കല്ലുകൊണ്ടൊക്കെ ഉരച്ച് കഴിഞ്ഞാൽ പണിയാണ്. അപ്പോൾ ഡിമ്പിളൊരു ബക്കറ്റിൽ വെള്ളവും ഒരു ടർക്കിയും കൊണ്ട് കൊടുത്തു. അപ്പോൾ പിന്നെ അതുകൊണ്ടാകുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് അതിൻ്റെ പണിയാണ് കേട്ടോ. അപ്പോൾ പാച്ചുവിനെ സംബന്ധിച്ച് അതങ്ങനെ വലിയ പരിചയമില്ല. തോമ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹബ്ബിൽ പോകുമ്പോൾ സ്ഥിരം ഇത് കാണുമല്ലേ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ഇതല്ല കേട്ടോ, പൈപ്പ് കൊണ്ടുള്ള സംഭവമാണ്. എന്നാലും അത് കാണുമല്ലേ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് തോമുവിന് വണ്ടികളോടാണ് ക്രേസ്. വണ്ടികളുടെ എൻജിൻ അത് ഇത് അതൊക്കെയാണ് അവൻ്റെ പണി. അപ്പം അതുകൊണ്ട് തന്നെ അവൻ്റെ ആ പണിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് കേട്ടോ. പാച്ചു ഇത് കാണുമ്പോൾ ഒപ്പം അങ്ങനെ കാണിക്കുന്നുള്ളൂ. അല്ലാണ്ട് അവനെ അങ്ങനെ വലിയ, എനിക്ക് തോന്നുന്നു അവനങ്ങനെ കാണുന്നില്ലല്ലോ വണ്ടി കഴുകണതൊന്നും. ഇപ്പോൾ നമ്മളുടെ വണ്ടികളായാലും ഹബ്ബിൽ നിന്ന് കഴുകിയിട്ടാണ് കൊണ്ടുവരിക. അപ്പോൾ അതുകൊണ്ട് പാച്ചുവിനെ സംബന്ധിച്ച് വലിയ ശീലമൊന്നുമില്ല. എന്നാലും ചേട്ടൻ കാണിക്കണത് ഒപ്പം നിന്ന് കാണിക്കണു, അത്രയേ ഉള്ളൂ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് തലയൊന്നും നനച്ചില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും രണ്ടാളും ഇതൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് തല നനച്ച് വരല പതിവ്. അതോടുകൂടി ഒരു കുളിയും നിറയിൽ വെള്ളം താഴെയൊക്കെയാണ് പതിവ് കേട്ടോ. പക്ഷേ ഇന്ന് അതൊന്നും ഉണ്ടായില്ല. നല്ല മിടുക്കരായിട്ടുള്ള പരിപാടികളായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ ഡിമ്പിളാണ് കേട്ടോ എടുത്തത്. ഈ സമയത്തൊക്കെ ഞാനിവിടെ അകത്ത് നമ്മുടെ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം ഇന്നലെയും മിനിയാന്നുമായിട്ട് എനിക്കൊന്നും ആർക്കും ശരിക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അല്ലാത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അന്ന് ആ നിമിഷം അയക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് ഈ 2 ദിവസം കുട്ടികളായിട്ടുള്ള മൽപ്പിടുത്തവും ഇന്നലത്തെ ഒരു ഇതൊക്കെ കൂടിയായപ്പോൾ എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു സൺഡേ ആയത് നോക്കണ്ട, കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് നാളെ 1-ാം തീയതി അല്ലേ, 1-ാം തീയതിക്ക് നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് തോമുവിൻ്റെ കുട്ടി കുറുമ്പുകൾ കേട്ടോ. കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഒരാൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് വന്നിട്ടാണ് ഇറച്ചിയൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ഒതുക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ വലിച്ച് വരിയിട്ടൊക്കെയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ, എനിക്ക് ഫ്രിഡ്ജ് ഒതുക്കൽ എൻ്റെ പണിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഇവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെ വന്നാലും ഒന്നാമത് അവർക്കത് വശമില്ല. രണ്ടാമത് ഇപ്പം ഞാൻ പാറുവിനോടായാലും പറയും, പാത്രങ്ങളൊക്കെ വെക്കുമ്പോൾ ഇവരെ ഒരുമിച്ച് കഴുകിയിട്ട് ഒരുമിച്ച് മൂടികൾ വേറെ വെക്കുമ്പോൾ പിന്നെ നമ്മൾ ഈ പസിൽ കളിക്കണ പോലെയാണ്, പസിലിൽ ശരിയാക്കണ പോലെയാണ്. ഏത് മൂടി ഏത് പാത്രത്തിൻ്റെ അതിലിട്ട് തപ്പേണ്ടി വരും, പ്രത്യേകിച്ച് ഈ ഡിസ്പോസിബിൾ പാത്രങ്ങൾ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 2 ദിവസം മുമ്പ് കുറച്ച് ക്രിസ്മസിനാന്ന് തോന്നുന്നുണ്ട് കൊണ്ടുവന്ന പട്ടികളുടെ ഇറച്ചികളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതെടുത്ത് വെള്ളത്തിലിട്ടു, അതൊന്ന് വെട്ടി നുറുക്കി ചെറുതാക്കി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമുക്ക് രാത്രിയാകുമ്പോൾ അതെടുത്ത് കാച്ചി വേവിച്ച് കൊടുക്കല്ലേ വേണ്ടു. അപ്പോഴാണ് ഈ കുഞ്ഞു കുട്ടികളുടെ ജിമ്മിക്ക് ചോദിച്ചിട്ട് 1-2 ഓർഡറുകൾ. അപ്പം മുമ്പ് എപ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് വിടും. കാരണം എനിക്ക് ഇത് ഭയങ്കര മെനക്കട അത് എടുക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ പാച്ചു നോക്ക് കേക്ക് തിന്നിട്ട് മേത്ത് മുഴുവനാക്കിയിട്ട് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വന്ന ആളാണ്. പക്ഷേ അവൻ വീണ്ടും പോയിട്ട് കേക്ക് തിന്ന് മേത്തൊക്കെ ആക്കി. അവനെന്തോ മറ്റേ ദയേന്ന് കൊണ്ടുവന്ന കേക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നുന്നുണ്ട്. കോമളം ബേക്കറിയിലത്തെ നമ്മുടെ എന്താ പറയുക കാഴ്ചബംഗ്ലാവിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇതൊക്കെ ഈ ചെറിയ കുട്ടികൾക്കുള്ള കമ്മലുകളാണ് കേട്ടോ. ചെറിയവർക്കെന്നല്ല, എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സ് തൊട്ട്, 5 അല്ല 1 വയസ്സൊക്കെ തൊട്ട് ഒരു 16-17 വയസ്സ് വരെ കുട്ടികൾ, കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് വരെ ഇടാവുന്ന ഡംബൽസുകൾ, പേള്, കുഞ്ഞി ഞാത്തികൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡിമ്പിൾ കുറച്ച് വലുതായോട് കൂടിയിട്ട് എന്നെ ഡ്രോപ്സ് ഇടലൊക്കെ അങ്ങോട്ട് നിർത്തി സ്റ്റഡാക്കി. അപ്പോൾ ഞാനെപ്പോഴും പറയും, എൻ്റെ പ്രായമുള്ളവരൊക്കെ ഞാത്തിയൊക്കെ ഇട്ട് നടക്കുമ്പോൾ എനിക്ക് പറ്റണില്ലല്ലോ എന്ന് പറയും തമാശക്ക് കേട്ടോ. എനിക്കും വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എൻ്റെ വീട്ടിലായാലും മൂത്ത ചേച്ചിയാണ് അങ്ങനെ കണ്ടേക്കണേ, സ്റ്റഡ് മാത്രമാണ്. അപ്പം ഞാനതങ്ങനെ പിന്നാക്കം അത് തുടർന്നു എന്ന് മാത്രം. പക്ഷേ അക്കി അങ്ങനെയല്ല, അക്കി എല്ലാ തരം കമ്മലുകളും ഇപ്പോഴും ഇടും കേട്ടോ. അങ്ങനെ ഇതൊക്കെ കൊച്ചു കൊച്ചു റിങ്ങുകളാണ്, നല്ല ഭംഗിയുള്ള റിങ്ങാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ 1-2 ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ തന്നെ മൂക്കുത്തി വരുന്നുണ്ട്, പ്ലെയിൻ മൂക്കുത്തിയുണ്ട്, കല്ലിൻ്റെ മൂക്കുത്തിയുണ്ട്. അപ്പോൾ അതൊക്കെയാണ്
ഈ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഓരോന്നും എടുത്ത് ഫില്ല് ചെയ്യണം. ഓരോന്ന് ഇങ്ങനെ എടുത്ത് ബ്ലാക്ക് ഒരു വശത്ത്, റൂബി ഒരു വശത്ത്, പേൾ ഒരു വശത്ത്. അപ്പോൾ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഇത് കാണുന്ന ചോദിച്ചിട്ടുള്ള കുറച്ച് കുട്ടികൾക്കറിയാം, എന്നോട് മൂക്കുത്തിയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ പറയും ഇല്ല എടുത്ത് തരാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതാണ് മക്കളെ, നമ്മളിതിങ്ങനെ എന്താ പറയുക, എങ്ങനെ എടുത്താലും ഫോക്കസ് ഔട്ടാവും, ശരിക്കും കാണിക്കാൻ പറ്റില്ല. ഓരോന്ന് ഊരി കൈ പിടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ മെനക്കെട. അപ്പോൾ നമ്മൾ ഇത് ഇവരുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞത് കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുമ്പോൾ അത് സൂം ചെയ്യുക, ഒറ്റയ്ക്ക് കാണുമെന്ന് പറയുമ്പോൾ നമുക്കത് ഇരട്ടി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഒഴിവാക്കും. അതേസമയം ഡാഡി ഇങ്ങനെ ഹോൾസെയിലായിട്ട് റീസെല്ലിങ്ങിൻ്റെ ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ഷീറ്റ് അടക്കം അങ്ങനെ ഒരു ഇത് ചട്ട അടക്കം അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതാകുമ്പോൾ അവർ കാണുകയാണല്ലോ, അതിന് പ്രശ്നമില്ല. ഇത് ഒരു ജോഡി അല്ലെങ്കിൽ ഒരെണ്ണം എടുക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര മെനക്കെട. അതാണ് ഞാൻ മെയിനായിട്ട് മൂക്കുത്തി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നത്. പിന്നെയും സെക്കൻഡ് സ്റ്റഡ് പിന്നെയും നമുക്ക് കാണിച്ചു കൊടുക്കാം. മൂക്കുത്തി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ്. മൂക്കുത്തി, ടോറിങ്, ഈ 2 കൂട്ടം ഞാൻ പിന്നാക്കം വയ്ക്കും. പിന്നെ അഡ്ജസ്റ്റബിൾ അല്ലാത്ത മോതിരങ്ങളും, ഈ 3 കൂട്ടം ഞാൻ ഇല്ല എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ എനിക്ക് മടി കൊണ്ടാണ് കേട്ടോ ഞാൻ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് കുറച്ച് കമ്മലുകളുടെ സംഭവങ്ങളാണ്. അപ്പോൾ ഡാഡി എന്തായാലും അവിടെ ഇരുന്നിട്ട് ചട്ടകളൊക്കെ ഫുള്ള് ഫില്ല് ചെയ്യണം. അപ്പോൾ ആ നേരം കൊണ്ട് ഞാനതൊന്ന് വെറുതെ എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ ബിരിയാണി ആ കൊണ്ടുവന്ന 5 ബോക്സും അതിൽ തട്ടി. അപ്പോൾ നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മുടെ ഡിവൈൻ്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചൂന്യമുളകാണ് കേട്ടോ, അതായത് കാന്താരിന്. അപ്പോൾ അത് പാറു എന്ത് കാണിച്ചു വെച്ചാൽ വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് അതാക്കി വെച്ചു. അപ്പോൾ ഷുഗറിനും നല്ലതാണ്. ഉപ്പുള്ള കാരണം പ്രഷർ ശ്രദ്ധിക്കണം, എന്നാലും നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ ഫ്രൈ ആണ്. പിന്നെ ചെമ്മീൻ റോസ്റ്റാണ്. പിന്നെ നമ്മുടെ കടച്ചക്ക ഉപ്പേരി, അച്ചാർ. അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു ബിരിയാണിയിൽ. പിന്നെ ചോറ് മാത്രം രാത്രി വെച്ച് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞല്ലോ. പിന്നെ ആൻസൺ എപ്പോഴാണ് വരിക എന്താണെന്ന് അറിയില്ല. അപ്പോൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് ഉച്ചയ്ക്ക് തന്നെ. അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി ആയ കാരണം പാറു രാത്രിയിലേക്കുള്ളത് കൈയോടെ ഉച്ചയ്ക്ക് വെച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഊണൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ്. പതിവ് പോലെ അവർ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോയി. ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം എൻ്റെ വക വെറുതെ ഒന്ന് എല്ലാവരും നോക്കി ഒന്ന് ക്ലീൻ ചെയ്ത് വരുന്ന ശീലമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ കുറേ നാളുകളായിട്ട് കാണല്ലേ. ഇവിടെ ഇതേ പുറത്തേക്ക് എടുത്ത് വെച്ചു, ലഗേജൊക്കെ എടുത്ത് വെച്ചു. ആൻസം വന്നു, പാച്ചു പോകാനുള്ള പുറപ്പാടാണ്. അവനെ അപ്പയെ കാണുമ്പോൾ ജീവനാണ്, പക്ഷേ എന്നാൽ അപ്പാപ്പനെ ഇട്ടിട്ട് പോകാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കേട്ടോ കുട്ടിക്ക്. അപ്പോൾ അങ്ങനെ പോണവരെ അപ്പാപ്പൻ്റെ മടിയിലിരുന്നിട്ട് കളിക്കുകയാണ്. അപ്പാപ്പനും അതെ സങ്കടമാണ് സംഭവം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ തോമൂല്ലേ ചാക്കോച്ചനില്ലേന്ന്. അപ്പോൾ അല്ലാത്തവർക്ക് മനസ്സിലാവും എന്താണ് എല്ലാവരും പാച്ചനോട് ഇങ്ങനെ കാണിക്കണേന്നുള്ളത്. കുട്ടികളുടെ അമ്മ അപ്പ വരെ, അതായത് ഡിവൈനും ഡോണും അടക്കം ചാക്കോച്ചനോടും തോമുട്ടനോടും ഇല്ലാത്തൊരു സ്നേഹമാണ് പാച്ചുനോട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയില്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു കുറവുകളുണ്ടെങ്കിൽ അവരോട് കൂടെ ആയിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ്. എല്ലാ സന്തോഷവും നിറഞ്ഞിരിക്കുന്നവരോട് ഞാൻ അങ്ങനെ അധികം സംസാരിക്കാറോ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാറോ ഇല്ല, ഒരിക്കലും ഞാൻ ചെയ്യില്ല. തിരിച്ച് എന്തെങ്കിലും ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു വിഷമമുള്ളവരോടാണെങ്കിൽ ഞാൻ അതെന്തായി ഏതായി എന്ന് ചോദിക്കാനായിട്ട് ഞാൻ കൂടുതൽ എന്താ പറയുക, എനിക്ക് കൂടുതലിഷ്ടം അതാണ്. അതെൻ്റെ ഈ പറഞ്ഞ പ്രേക്ഷകർക്ക് കുറേ പേർക്ക് അറിയാം. കാരണം അവരുടെ സങ്കടം മാറി സന്തോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ ഭാഗം വിടാറാ പതിവ് കേട്ടോ. അങ്ങനെ എൻ്റെ കുട്ടി പോവാൻ യാത്രയായി. അപ്പോൾ ഡിവൈൻ മുടി മടഞ്ഞിട്ട് കൊടുത്തപ്പോൾ ഞാൻ പറയായിരുന്നു, കുറേ നാളുകൾ, അതായത് എനിക്ക് തോന്നുന്നു ഒരു 17-18 17-18 വയസ്സിലെ സമയത്ത് ഡിമ്പിളുടെ ഹെയർ സ്റ്റൈലായിരുന്നു ഇത്. വിദ്യാബാലൻ്റെ ഹെയർ സ്റ്റൈലിനുണ്ട് 1 സൈഡ് മെടഞ്ഞിടല്ലേ, ഭയങ്കര ഭംഗിയായിരുന്നു ആ സമയത്ത് കേട്ടോ. കുറേ നീളമുള്ള മുടിയുണ്ടല്ലോ. എന്നിട്ട് മുടിയുടെ തുമ്പത്ത് ഒരു എന്താ പറയുക, ഒരു കുഞ്ചലുണ്ട്, ഒരു ക്ലിപ്പ്, നല്ല ഭംഗിയുള്ള സ്റ്റോൺസിൻ്റെ നമ്മളുടെ തന്നെ പ്ലേറ്റ് ചെയ്യണത്, അതൊക്കെ ഇട്ടിട്ട് നടന്നിരുന്ന കുട്ടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾക്ക് എങ്ങനെ ഭംഗിയിൽ നടക്കണമെന്നില്ല, ഒരു വല്ലാത്തൊരു രീതിയിലാണ്. അപ്പം ഞാൻ പറയും ഇങ്ങനെയൊന്നുമല്ല, കുട്ടികളൊക്കെ എപ്പോഴും സ്മാർട്ടായിട്ട് നടക്കണം എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ പാച്ചു യാത്രയായി. പാച്ചു യാത്രയാവാന്ന് പറഞ്ഞാൽ അവന് പോകണമെന്നുണ്ട് പോകണ്ടെന്നുണ്ട്. എന്താ പറയുക, ഇഷ്ടമാണ്. അപ്പോൾ കുട്ടീനെ ഇട്ട് പോവാമോ എന്നുള്ള പേടിയാണ്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പേടി ഉള്ളിൽ കിടക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല. അപ്പാപ്പ എടുത്തപ്പോൾ അവൻ കരയാണ്, ഇനിയിപ്പോൾ അപ്പ പോയാലോ കുട്ടിയെ കൊണ്ടുപോകാണ്ട് എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ
അപ്പയും അമ്മയും മോനും കൂടിയിട്ട് മുൻപത്തേക്ക് പുറപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവരുടെ അവിടെ എന്തോ ന്യൂ ഇയർ ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പപ്പയുടെ വീട്ടുകാർ എല്ലാവരും ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആക്റ്റീവാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, പപ്പേനെ വിളിക്കുന്ന അതേ ഒരു ഇതുകൊണ്ട് പപ്പയുടെ ചേട്ടനായാലും അനിയനിയായാലും മാത്തനും അമ്മലും എല്ലാവരും അതെ, എല്ലാവരും നല്ല ജോളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയായിരുന്നു അവർക്ക് ക്രിസ്മസിൻ്റെ ഞാൻ അവരുടെ സ്റ്റാറ്റസും കാര്യങ്ങളും കണ്ടപ്പോൾ ഞാൻ ഡിമ്പിളിനോട് പറഞ്ഞു മിസ് ചെയ്തു. കാരണം അവർ മൊത്തം കരോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ജോളി ആയിട്ടുള്ളതാണ്. പക്ഷേ അന്ന് ഇവർക്ക് ചങ്ങനാശ്ശേരിക്ക് പോകേണ്ട വന്ന കാരണം ആഷിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ഡിമ്പിളിനെ ശരിക്കും മിസ് ചെയ്തു എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ന്യൂ ഇയറെങ്കിലും ആഘോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൻസനും ഡിമ്പിളും മോനും പോവാണ്. അങ്ങനെ വീട് ശരിക്കും പറഞ്ഞാൽ ഒഴിഞ്ഞു. കാരണം ഇവർ 2 പേര് കൂടിയാലോ വീട്ടിലൊരു ബഹളം ഉണ്ടാവുള്ളൂ, തോമും പാച്ചും. 2 പേരും ഒറ്റയ്ക്കാണെങ്കിൽ വീട് ഭയങ്കര സൈലൻ്റ് ആട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പാച്ചു പോയതിൻ്റെ പിന്നാലെ തോമു കയറി കിടന്നുറങ്ങി. കാരണം ഇനി ചെയ്യാനും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ തൊട്ടപ്പുറത്ത് ജൂബിയുടെ വീട്ടിലത്തെ ലൈറ്റാണ്. അപ്പോൾ ഞാൻ എന്നും വിചാരിക്കും ഒന്ന് പോയിട്ട് എടുക്കണം, ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും. പക്ഷേ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങാനുള്ള നേരം പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ തോമു കിടന്നുറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ അവർ ഉണ്ണീശോ പള്ളിയിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെറിയ ആളെയും കൊണ്ട് പോകാമെന്ന് ഒരു ഇതുണ്ടായിരുന്നു. 3 കുട്ടികളെയും കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെ നാളെയാണ് ശരിക്കും അവിടുത്തെ പെരുന്നാൾ. പക്ഷേ ഇന്ന് അപ്പോൾ നാളെ ഈ തിരക്കിൽ അവനെ കൊണ്ടുപോകണ്ടല്ലോ വെച്ചിട്ട് ഇന്ന് പോയി അവിടെ നിന്ന് കുമ്പിടിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ കുട്ടി മിടുക്കനായിട്ട് ക്രിസ്മസ് എന്താ പറയുക ഉണ്ണീശോ ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അവൻ ഓരോ ദിവസവും ചെല്ലും തോറും അപ്പോൾ ചിരിയും കളിയും ഒക്കെ കൂടി തുടങ്ങി. ഇപ്പോൾ അങ്ങനെയാണല്ലോ അവൻ്റെ പ്രായം, അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ തോമു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുള്ള സങ്കടവും ദേഷ്യവും പിന്നെ പാച്ചുമില്ല ഓച്ചുമില്ല അതിൻ്റെയൊക്കെ ബഹളവും അസ്വസ്ഥതയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം അവൻ പോണില്ല, അമ്മമ്മ കൂടെ അവിടെ നിൽക്കാമെന്ന് പറഞ്ഞു. പിന്നെ മൂപ്പര് പറഞ്ഞു ഞാനും ഉണ്ടെന്ന്. പക്ഷെ ഇവർ പോയേക്കാളും സ്പീഡിൽ സത്യത്തിൽ മടങ്ങി വന്നു. ഞാൻ പറഞ്ഞു ഇവരോട് കുറച്ച് കഴിഞ്ഞിട്ട് സമാധാനത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു തോമുൻ്റെ ഉറക്കത്തിൻ്റെ പ്രശ്നവും പിന്നെ ചാക്കോച്ചനെയും കൊണ്ട് അങ്ങനെ അധികം യാത്ര ചെയ്ത് തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം പോയിട്ട് വേഗം തന്നെ അവർ തിരിച്ചു വന്നു കേട്ടോ. പള്ളിയിൽ പോയി അവിടെ നിന്ന് ഒന്ന് കിടാവിനെ കുമ്പിടിച്ചിട്ട് പിന്നെ കെയറിലും ഇവിടെയും മാത്രം കയറിയുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നാളേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള നൂലപ്പം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ബിസ്മിന്ന്. അപ്പോൾ ഞങ്ങൾ രാത്രിയിലത്തെ ഡിവൈൻ ബിരിയാണിയാണ് കഴിച്ചത്. ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കറികളെടുത്തു. കാരണം ഡൈനിങ് ടേബിളുമ്പോൾ മൊത്തം എൻ്റെ ഓർണമെൻറ്റ്സാണ്. കാരണം അതുവരെ ഞാൻ അതിൻ്റെ പിന്നാലെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞോടുകൂടി കരണ്ടാണ് പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി സത്യത്തിൽ. കാരണം ന്യൂ ഇയർ വരാൻ പോവുകയാണ്. അപ്പോഴേക്കും എനിക്ക് ഈ വീഡിയോ എടുത്തൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റിലൊരു ടോക്ക് എടുക്കണം എന്നാണ്, നിങ്ങൾക്കൊരു ആശംസ അറിയിക്കണതും ലൈവായിട്ട് വന്നിട്ടൊരു സംഭവം ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സമയത്തേക്ക് കറണ്ട് പോയി. അപ്പോൾ ഞാൻ അവിടെയും നമ്മൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മതിയല്ലോ. ഞാൻ വിചാരിച്ചു ഈ വർഷത്തെ എല്ലാ ഇരുട്ടും മാറ്റിയിട്ട് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും. കണ്ടോ മേശപ്പുറത്ത് മുഴുവൻ സാധനങ്ങൾ എനിക്ക് വെച്ചാൽ കണ്ടമാനം പാക്ക് ചെയ്യാനും എടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു തമ്പുരാൻ പറയണത് വേണ്ട, നീ 1-ാം തീയതി ആയിട്ട് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നാളെ എനിക്കൊരു കല്യാണം ഉണ്ട് മതിലകത്ത്. അപ്പോൾ എനിക്ക് ഷാമ്പു ഇടാൻ നേരം കിട്ടിയില്ല, ഡൈ ഇടാനും നേരം കിട്ടിയില്ല. ഇപ്പോൾ ചെറുതായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഡൈ ഇട്ടോളൂ. അപ്പോൾ ഇത് ആദ്യമായിട്ട് വാങ്ങിക്കണത്, എങ്ങനെയാവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പോൾ ഡാഡി എനിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. സംഭവം ഷാമ്പു ആണെങ്കിൽ പോലും എനിക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്യാനുള്ള ഒരു ധൈര്യമില്ല. അപ്പോൾ ഡാഡി എനിക്കത് ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കറണ്ടാ വന്നു. 12 5 മിനിറ്റൊക്കെ ഉള്ളപ്പോൾ കറണ്ട് വന്നു. അതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവിടവും വൃത്തിയാക്കിയിട്ട് പുതിയ വർഷത്തിന് വേണ്ടി ഒരുങ്ങിയതാ. മണി 12, കറക്റ്റ് 12 മണി. അപ്പോൾ ഞാൻ നടയിൽ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ അതുപോലെ തന്നെ എനിക്ക് കഴിഞ്ഞ വർഷം നല്ലൊരു വർഷമായിരുന്നു. അതുകൊണ്ട് അതുപോലൊരു വർഷം ഈ വർഷം ആക്കി തരണമേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ നമ്മുടെ കുടുംബ ലിറ്ററേച്ചർ എടുത്ത് അതിൽ നവവത്സരാരംഭം എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാൻ പതുക്കെ അതിരുന്ന് ചൊല്ലി. കാരണം കുട്ടികളൊക്കെ കിടന്നു. അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അല്ലാണ്ട് എല്ലാവരും വിളിച്ച് കൂട്ടി ആഘോഷിച്ച് പ്രാർത്ഥിക്കുക, ഞാനങ്ങനെ എനിക്കെന്തോ അങ്ങനെ അതിൽ വലിയ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാനതൊക്കെ വായിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം വിചാരിച്ചത് ഞാനിത് 12 മണിക്ക് മുമ്പായിട്ട് ഇത് വായിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ
തമ്പുരാൻ പറഞ്ഞു വേണ്ട, നീ അത് കാണിച്ചു കൊടുത്താൽ മതി എന്ന്. അതുകൊണ്ടാണല്ലോ കറണ്ട് പോയത്. അങ്ങനെ കറക്റ്റ് അതെല്ലാം കഴിഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പേജുകൾ ഇങ്ങനെ മറച്ചതാണ് കേട്ടോ, നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ട്. നല്ല പ്രാർത്ഥനയാണത്. അതായത് പഴയതൊക്കെ മറന്ന് പുതിയതിലേക്ക് കടക്കാനുള്ള സംഭവം. അപ്പോൾ ഈ വർഷം ഞാൻ നിങ്ങളോട് പറയണത്, ആരോടെങ്കിലും വല്ല വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറന്നു കളഞ്ഞിട്ട് പുതിയൊരു വർഷമാണ്. എല്ലാ മനുഷ്യന്മാരും ഏത് സമയത്താണ് നമ്മൾക്ക് കണ്ണടച്ച് പോകേണ്ടതെന്ന് അറിയാത്തൊരു കാലഘട്ടമാണിത്. കിടന്ന് എന്താ പറയുക, ഉറങ്ങിക്കിടക്കുന്നിടത്തു നിന്ന് മരിച്ചിട്ട് എണീക്കുന്ന പോലെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് ആരോടും ഒരു വൈരാഗ്യവും വെക്കാണ്ട് എത്ര ദ്രോഹിച്ചാലും അവരെ സ്നേഹിച്ച്, അപ്പോൾ നമ്മൾ സ്നേഹിക്കും തോറും അവർ നാണം കെട്ടുപോകും. അപ്പോൾ അവർക്കുള്ള ദേഷ്യം വെറുതെ അലിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ രണ്ട് കൂട്ടരും ഒരുപോലെ നിന്ന് കഴിഞ്ഞാൽ അത് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് കേട്ടോ. ആരോടും ഒരു ദേഷ്യവും വേണ്ട, ഒരു വൈരാഗ്യവും വേണ്ട. എല്ലാവരോടും സന്തോഷത്തിൽ നാളെ തൊട്ട് അങ്ങനെ നല്ലൊരു എന്താ പറയുക വർഷമായി തീരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നവവത്സര ആശംസകൾ. ഈ വർഷം എല്ലാവർക്കും ഏറ്റവും നല്ല വർഷമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഉണ്ടാവണം. പ്രത്യേകിച്ച് ഞാൻ പറയുന്നു, ഡിംപിളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ ഈ വീഡിയോ ഇന്നത്തോടുകൂടി അവസാനിക്കണം. അങ്ങനെ 2023 വീഡിയോ അങ്ങോട്ട് കഴിഞ്ഞ് 24 പിറന്നു.